അമ്മേ ഞാനും അത്ര പോരാലേ. എന്റെ ആതിരെ നിനക്ക് എന്താണ്? കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ ഈ പറച്ചില്. അനുവിനിപ്പോ എന്താ കുഴപ്പം? ഏട്ടന് ഇതിന് നല്ല പെണ്ണിനെ ഒക്കെ കിട്ടിയാനെ. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നീ പറയട്ടെന്ന കാര്യമുള്ളേ. പിന്നെ ഈ ഇവളെന്നൊന്നും വിളിക്കാൻ പറ്റൂല കേട്ടോ. നിന്റെ ചേട്ടന്റെ ഭാര്യയാണ്. ഏട്ടത്തമ്മന്ന് വിളിക്കണം. പിന്നെ ഏട്ടത്തിന്നോ? ഞാനോ? അവളെന്നെക്കാളും 4 മാസത്തിന് മൂത്തുള്ളൂ. അതിന് ഏട്ടത്തിന്നൊന്നും വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. ആ ഒന്നും പറഞ്ഞ പറ്റില്ല. നിന്നെക്കാളും മൂത്തതല്ലേ, ആ സ്ഥാനം ഇവിടെ കൊടുക്കണം. പിന്നെ ഈ അനുവിനെ എന്തിനാ നീ ഇങ്ങനെ കിടന്ന് കുറ്റം പറയുന്നേ? എന്താണ് അവരുടെ ഫാമിലിക്ക് പ്രശ്നം? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബന്ധം, നല്ല തറവാട്ടുകാര്, അത്യാവശ്യം വിദ്യാഭ്യാസ കൊച്ചിനുണ്ട്, പെരുമാറ്റവും കുഴപ്പമില്ല, കാണാനും തെറ്റില്ല. ഇതിന് നല്ല ബന്ധം എന്ത് കിട്ടും വിചാരിച്ചിട്ടാ നീ ഇരിക്കുന്നേ? നീ കുത്തിത്തിരിപ്പ് പരിപാടി ഒക്കെ നിർത്തിക്കോട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഏട്ടൻ ജീവിക്കുന്നതന്നെ എനിക്ക് വേണ്ടിയിട്ടാ. എന്നെ കഴിഞ്ഞിട്ട് ഏട്ടൻ ആരുള്ളൂ. ഇന്നലെ കയറി വന്ന ഒരുത്തി വന്നിട്ട് ഏട്ടന്റെ കാര്യത്തിൽ ഒരുപാട് ഇടപെട്ടതിനെ എനിക്ക് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. എന്നെ കയറി ഭരിക്കാനും വരുന്നു വിചാരിക്കണം. എന്റെ ദൈവമേ, ഇവിടത്തെ ആ തള്ളയുടെ തനി സ്വഭാവമാണ് നിനക്ക് കിട്ടിയേക്കണേ. എന്റെ അമ്മായിമ്മയുടെ അവരെ ഇതുപോലെ തന്നെയായിരുന്നു. അല്ല, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇതൊന്നും നീ എന്തായാലും സഹായിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമല്ലോ. ഒരു പഠിക്കടി. അവള് കുറ്റം പറയാൻ വന്നേക്കുന്നു. ഹലോ, എന്താ പരിപാടി? ആഹാ, വാ. ഹായ്, ഈ സാരി കൊള്ളാലോ, നന്നായിട്ടുണ്ടല്ലോ. നോക്കട്ടെ. ഏയ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? ചേരുന്നുണ്ടോ? ആ, നല്ലതാ, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഞാനെടുത്തേ. അല്ല, അത് ശരത്തേട്ടൻ എനിക്ക് ആദ്യമായിട്ട് മേടിച്ചു തന്നതല്ലേ. അയ്യോ, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഏട്ടനോട് ഇപ്പൊ ഞാൻ എടുത്തു എന്ന് പറഞ്ഞു ഇപ്പൊ ഏട്ടൻ എന്തിട്ട് തോന്നാനാ? ഏട്ടനൊന്നും തോന്നുന്നില്ല, ഏട്ടന് സന്തോഷമാവത്തുള്ളൂ. പിന്നെ ഏട്ടത്തിക്ക് ഇനിയിപ്പോ ജീവിതകാലം മുഴുവൻ ചേട്ടന് സാരി മേടിച്ചു തരാൻ പറ്റൂട്ടോ? അങ്ങനെയാണോ എന്റെ കാര്യം? എന്നെ കെട്ടിച്ചു വിട്ടേനെ എനിക്ക് ആര് മേടിച്ചു തരും? എന്റെ ഏട്ടന് മേടിച്ചു തരാൻ പറ്റുമോ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ഞാൻ എടുക്കാം. അല്ല എന്നാലും, ഓ എന്റെ ചേച്ചി, ഒരെന്നാലും ഇല്ല. ഞാനിതങ്ങ് എടുത്തു, ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ആതിര, അത്രേ ഉള്ളൂ. കൊള്ളാം കേട്ടോ. ഇനി അടുത്ത ദിവസം കോളേജിലെ ഫംഗ്ഷൻ ഇത് എടുത്തിട്ട് പോവാ. താങ്ക് യു, നല്ല ചേച്ചി. അമ്മേ, ആ ഞാനെന്തെങ്കിലും ചെയ്യണോ? അയ്യോ, ഇവിടെ അമ്മയ്ക്ക് ചെയ്യാനുള്ള പണികളേ ഉള്ളൂന്നേ. മോള് പോയി കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തോ. പിന്നെ അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? അയ്യോ, അത് വേറൊന്നല്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ അപ്പൊ തന്നെയായിരുന്നു കല്യാണം. ജാതകത്തിൽ ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി 30 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം നടക്കുന്നു എന്നാണ് ഉള്ളത്. അപ്പോ എനിക്കിനിയും പഠിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ശരത്തേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മയും കൂടെ സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് PG ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. അയ്യോ, അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ജോലി ഇല്ലാതെ പറ്റത്തില്ല എന്ന് ഈ അമ്മയ്ക്ക് അറിയാം. പഠിക്കുന്നതിനൊക്കെ മോൾ എന്തിനാ അമ്മയുടെ അനുവാദം ചോദിക്കണേ? മോക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ. എന്ത് വേണമെങ്കിലും ശരത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തു തരുമല്ലോ. ഓ, അപ്പൊ ഇനിയിപ്പോ കോളേജിലൊക്കെ പോയി പഠിക്കാനൊക്കെ പോവാ? അത് കൊള്ളാലോ. ഞങ്ങളിപ്പോ ഇവിടെ കല്യാണം കഴിപ്പിച്ച് തന്നെ നമ്മുടെ അമ്മയ്ക്ക് വയ്യാത്തോണ്ടിട്ടാ. അമ്മയ്ക്ക് കാലിന് മുട്ടിന് തേയ്മാനാന്ന് ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ചേച്ചിക്ക് അറിയില്ലാന്ന് തോന്നുന്നു. ഇവിടുത്തെ വീട്ടുപണിയൊക്കെ ചെയ്യണം, പിന്നെ അമ്മേനെ ഒന്ന് സഹായിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഇപ്പൊ പഠിക്കാൻ പോയി ഇതൊക്കെ ആരാ ചെയ്യുന്നേ? കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അമ്മ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ലേ? പിന്നെ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? കല്യാണം കഴിയുന്നതിന് മുമ്പ് പഠിക്കാവുന്നതൊക്കെ പഠിക്കുക, വീട്ടിൽ വന്നതിന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ ചെല്ലേ ചെയ്യുന്നേ. കഴിഞ്ഞോ? എന്റെ പൊന്നാതിരെ, നിന്നെ ഞാൻ എന്തിനാണ് ഇല്ലാത്ത കാശ് മുടക്കി പഠിപ്പിക്കുന്നേ? കുറച്ച് വിദ്യാഭ്യാസത്തിന്റെ പക്വതെങ്കിലും കാണിച്ചൂടെ? അനുവിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നതേ ഇവിടെ എന്നെ നോക്കാനും ഇവിടുത്തെ അടുക്കളപ്പണി ചെയ്യാനൊന്നും അല്ല. മനസ്സിലായോ? എന്നെ നോക്കാൻ എനിക്കറിയാം. ഞാൻ കിടപ്പ് രോഗിയൊന്നും അല്ലല്ലോ. ഓ, എന്റെ അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയിരിക്കും. അപ്പൊ എന്റെ കാര്യങ്ങൾ ആര് നോക്കും? ശരത്തേന്റെ കാര്യങ്ങൾ ആര് നോക്കും? അതിനോടും കൂടിയല്ലേ ചേച്ചിനെ ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നേ. 26 വയസ്സായിട്ട് നിനക്ക് നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ടാന്നേ, നീ ഇവിടെ ഇറങ്ങിപ്പോക്കോ. അമ്മ, എന്റെ പേരും പറഞ്ഞ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. എന്റെ പൊന്നുമോളെ, ഇവളീ പറയുന്നത് കേട്ട് അതിന്റെ താളത്തിൽ തുള്ളുന്ന ഒരു അമ്മായിമ്മ നല്ല കേട്ടോ. ഞാൻ ഈ സിനിമയിലും സീരിയലിലൊക്കെ അമ്മായിമ്മമാര് ഭയങ്കര വില്ലത്തികളാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ റിയൽ ലൈഫിലെ എല്ലാ അമ്മായിമ്മമാരും അങ്ങനെ വില്ലത്തികളൊന്നും അല്ല. കുറച്ചൊക്കെ മരുമക്കളെ മനസ്സിലാക്കണ അമ്മായിമ്മമാരും ഉണ്ട്, മക്കളെ പോലെ സ്നേഹിക്കുന്നവരും ഉണ്ട്. ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞോളാം. ഓ, ഇപ്പൊ നിങ്ങൾ അമ്മായിമ്മയും മരുമോളും ഒറ്റക്കെട്ടായോ? നമ്മളൊക്കെ പുറത്ത്.
ആയിക്കോട്ടെ, അനുഭവിച്ചോ, ഇവിടെ കിടന്ന് അനുഭവിച്ചോ, ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. മോളെ ശരത്ത് ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്, മോളെ അങ്ങോട്ട് ശരി. ചേച്ചി ചേച്ചി നിങ്ങൾ എങ്ങോട്ടോ പോന്നേ? അല്ല, ഞാനും ശരത്തേട്ടനോട് കൂടി ഒരു ഫിലിമിന് പോവാ. ആ, വാഴ 2 പോന്നേ അല്ലേ? ഞാൻ വരട്ടെ. അല്ല, 2 ടിക്കറ്റേ ഉള്ളൂ. ഹൗസ്ഫുൾ ആയതുകൊണ്ട് ഇനിയിപ്പോ ബുക്ക് ചെയ്യാനും പറ്റില്ല. അയ്യോ, ടിക്കറ്റ് ഇല്ലേ? എന്നൊരു കാര്യം ചെയ്യ്, ചേച്ചി ഇവിടെ ഇരിക്കേ, ഞാൻ എന്നോട് പോയിട്ട് വരാം. അതെങ്ങനെ ശരിയാവുന്നേ? ഓ, ഇതിനെന്താ ചേച്ചി കുഴപ്പം? ചേച്ചിക്ക് എപ്പോ ആണെങ്കിലും എന്റെ കൂടെ പൊക്കൂടെ? ഇത് വാഴ 2 എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് ഈ ചേനും അനിയത്തിയൊക്കെ ഇരുന്ന് കാണേണ്ട സിനിമയാണെന്ന് എന്റെ കൂട്ടുകാരികൾ പറഞ്ഞല്ലോ. എന്നെ കൊണ്ടുപോകാൻ ആരും ഇല്ല ചേച്ചി. ചേച്ചി പ്ലീസ് ചേച്ചി, ഞാൻ പൊക്കോട്ടെ ചേച്ചി. ചേച്ചി ഇവിടെ ഇരുന്നു, ചേച്ചി നാളെ കൊണ്ടുപോകും ചേട്ടൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ, പൊക്കോ. ഇപ്പൊ വരാം. അമ്മേ, ചേച്ചി പോയിട്ട് വരാട്ടോ. ചേച്ചി ഒരു 2 റീൽസ് കാണുമ്പോഴത്തേനും ഞങ്ങള് വരും. പോയിട്ട് വരാ, കഥ പറഞ്ഞുതരാം വന്നിട്ട്. ഓക്കെ, ബൈ. പിന്നെ കഷ്ടാണല്ലോ, പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. മോളെ അനു, ആ അമ്മേ. മോളെ, നമ്മുടെ ആതിരയ്ക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് കേട്ടോ. ആഹാ, ആണോ? നല്ല ആൾക്കാരാണേ. ചെറുക്കൻ ഗവൺമെന്റ് സർവീസിലാ. ജാതകവും വലിയ കുഴപ്പമില്ലാത്ത പൊരുത്തം കാണിക്കുന്നുണ്ട്. നമുക്കപ്പോ എല്ലാവർക്കും കൂടി അതങ്ങ് ഉറപ്പിച്ചാലോ എന്നൊരു ആലോചനയുണ്ട്. അതിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടമ്മ? അവിടെയും ഇതുപോലെ തന്നെയാ, 2 പേര്. മൂത്തത് ഈ പയ്യനാ, പിന്നെ ഇളയതൊരു അനീതി ഉണ്ട്. ആ കൊച്ചു പഠിക്കുക എന്തോ ചെയ്യുക. നല്ല കൂട്ടരാണേ. ഓ, അനീതി ഉണ്ടല്ലേ, അതെന്തായാലും നന്നായി. എന്തായി പോകുന്ന കാര്യങ്ങളൊക്കെ? സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോ? എപ്പോഴാ ഫ്ലൈറ്റ്? എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. 5 മണിക്കാ ഫ്ലൈറ്റ്. നിങ്ങളുടെയൊക്കെ സമയമായപ്പോഴല്ലേ ഈ ഹണിമൂൺ ട്രിപ്പും പരിപാടിയൊക്കെ. ഞങ്ങളുടെ കാലത്ത് ഇത് വല്ലതും ഉണ്ടോ? നമ്മുടെ അച്ഛനുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് എവിടെയാണെന്നറിയോ? ആലോ മണപ്പുറത്ത്. അന്ന് ശിവരാത്രി മഹോത്സവത്തിന് കൊണ്ടുപോയി. എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ. അതുവരെ അമ്മയുടെ വീട്ടിൽ അമ്മേനെ എങ്ങും കൊണ്ടുപോകൊന്നുമില്ല. അച്ഛന്റെ കൂടെ ആദ്യമായിട്ട് പുറത്തു പോകാണല്ലോ. ഭയങ്കര സന്തോഷമായിരുന്നേ. എന്നിട്ട് അന്ന് ശിവരാത്രിക്ക് പോയിട്ട് അച്ഛൻ എന്താ അമ്മയ്ക്ക് മേടിച്ചു തന്നേ? ഓ, മേടിച്ചു തന്നതോ? അന്ന് മണപ്പുറത്തുനിന്ന് മേടിച്ച മീൻചട്ടിയിലാണ് നമ്മൾ ഇപ്പോഴും മീൻകറി വെക്കുന്നത്. അതെന്തായാലും നന്ദി. എന്താ ഇവിടെ ഒരു ചിരിയും കളിയൊക്കെ? അമ്മായിമ്മ മരുമോളോടും കൂടിയിട്ട് ഭയങ്കര കോമഡി ഒക്കെ ആണല്ലോ. നമ്മളോടുകൂടെ പറ, കോമഡി ഒക്കെ ആണെങ്കിൽ ഒന്ന് ചിരിക്കാലോ. ഞങ്ങള് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാ. അല്ല, ഇതെങ്ങോട്ട് ബാഗൊക്കെ എടുത്തിട്ട് പാക്ക് ചെയ്ത് പോന്നേ? അവരെന്നല്ലേ ഹണിമൂണിന് പോകുന്നത്. നീ അതറിഞ്ഞില്ലേ? ഹണിമൂണോ? ശരത്തേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ശരത്തേട്ടൻ എവിടെ പോയാലും എന്നോട് പറയുന്നതാണല്ലോ. അയ്യോ, ഇവളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇവള് അറിയിച്ചില്ല അല്ലേ? അമ്മ, ഞങ്ങൾ പോകുന്ന കാര്യം അതിരറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഞാനും ശരത്തേട്ടനോട് കൂടി എവിടെ പോയാലും അതിരിപ്പോ കൂടെ വരാറുണ്ടല്ലോ. ഇനിയിപ്പോ ഹണിമൂണിനെങ്ങാനും കൂടെ വന്നാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേ? സാരമില്ല, പോട്ടെ. അയ്യോ, സ്റ്റൗവിൽ എന്തോ വെച്ചൊക്കെ ഞാൻ ഇപ്പൊ വരാം. സാരമില്ല, ഇപ്പൊ എന്തായാലും അറിഞ്ഞില്ലേ, ഞങ്ങള് പോയിട്ടൊക്കെ വരാം. ഓഹോ, എന്റെ അടുത്തപ്പോ ചോദിക്കാൻ പറയുന്ന ചെയ്യാതെ ഹണിമൂണിന് പോവാണോ? വിടാം, 2 പേരെ ഞാൻ ഹണിമൂണിന് വിടാം. ഇതെന്റെ വീടാ, എന്റെ ഇഷ്ടത്തിന് ഇവിടെ നടക്കുള്ളൂ. ഇവിടെ ആര് എപ്പ പുറത്തു പോകണം, എപ്പ അകത്ത് കയറണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എന്റെ അടുത്ത് പറയാതെ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നു. എന്നെ അങ്ങനെ ഒഴിവാക്കാനൊന്നും നോക്കണ്ട. നിന്നെ ഞാൻ വിടാം, ഹണിമൂണിന് വിടാം. അമ്മ ഇപ്പൊ ഒന്ന് വീണാലും കുഴപ്പമൊന്നുമില്ല. അവരുടെ പോക്ക് ഞാൻ ഇന്ന് തീർത്ത് തരാം. അമ്മയ്ക്ക് വയ്യാതായിക്കാൻ എവിടെ നിന്ന് പോണെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഹണിമൂണിന് പോണ്. വന്ന് വീഴ്. അയ്യോ, മോളെ ഒന്ന് വന്ന്. അയ്യോ അമ്മേ, എന്ത് പറ്റി? അയ്യോ അമ്മേ, എനിക്ക് വാ. ചേച്ചി ഒന്ന് വന്നേ.